കേസ് വരുന്നതിനൊന്നും ഫീസ് തരുന്നില്ല ഏട്ടാ. ചേട്ടന്റെ പൈസ ഞാൻ തരട്ടാ. ഒരു സോഡ സർവത്തെ. വക്കീല് എന്തൊക്കെയുണ്ട്? സുഖാണ്. നമ്മുടെ കേസ് എന്തായി? അപ്പൊ നിനക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഒരു കേസ് വന്നിട്ട് പോയി. ആ കേസ് എന്തായി? ആ വക്കീല് ചത്തോ? അന്വേഷിക്കണ്ടേ? ഞാനേ കുറച്ച് തിരക്കായി പോയി, അതാ. നീ ആരുടെ തിരക്കി പോയി? കോടതി പറഞ്ഞില്ലേ സിറ്റി വിട്ട് പോയി അക്കൗണ്ടിന് തിരക്കി പോയതല്ല, ഞാൻ തിരക്കായി പോയി. നീയാ ബിസിയാ? നിന്റെ ഏത് സിറ്റുവേഷനിലാണ് നിന്റെ കേസ് ഞാൻ ഏറ്റെടുത്ത് ഓർമ്മയുണ്ടോ? ഞാൻ പറയാം. എമുപക്ഷി ഫാം തുടങ്ങാൻ വേണ്ടി നീ സ്ഥലം എടുത്ത വക 4 ലക്ഷത്തിന് ചെക്ക് 1, അത് കമ്പിവേലി കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി ചെക്ക് 2, പിന്നെ എന്റെ അടുത്ത് കുളം കുത്തി മത്സ്യകൃഷി തുടങ്ങാൻ വേണ്ടി എടുത്ത ചെക്ക് 3, ആകെ മൊത്തം 6 ലക്ഷം നീ ഇട്ട പോലെ പറഞ്ഞു. ദാറ്റ് മീൻസ് എന്നെ ആക്ട് 130 IPC 420. വക്കീലേ, ഞാൻ എന്തിനാ വക്കീല്? ഇൻസ്പെക്ഷൻ വന്ന് ഇൻസ്പെക്ടറിനെ എമ്മു പറഞ്ഞു വന്ന് കൊത്തി, ഇൻസ്പെക്ഷൻ പൊളിഞ്ഞു, ബാങ്കിൽ നിന്നുള്ള ലോണും പോയി. പോരാത്തന്നെ ബാക്കി വന്ന് എമ്മുവാണെങ്കിൽ നാടൻ കോഴിയായിട്ട് സംഗമിച്ച് ആകെ നാറ്റ കേസായി. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ വക്കീലിന് വക്കാലത്ത് തരുന്നത്. ആ ബോധം നിനക്ക് വേണം. എനിക്കുണ്ട്. കോടതി പൈസ ഇട്ട് കഴിച്ചത് ഇപ്പൊ വരാതെ പോയല്ലോ. അയ്യോ, ഞാനങ്ങ് മറന്നുപോയി. എന്നിട്ട് ആ പൈസ അടച്ചാ? ഭക്ഷണം വഴി നാണം കണ്ടാന്നത് ഞാൻ പിന്നെ എന്റെ ഫീസ് എടുത്ത് മറച്ചു. ഇപ്പൊ ഞാൻ സിസിക്കാരെ പേടിച്ചാണ് ഡെയിലി കോടതി വന്നേ. കല്ലിന് പ്രശ്നം എടുക്കണ എന്റെ ഫീസ് ഇത്രയേ ഉള്ള. കയ്യിങ്ങെടുത്തേ 25,000 രൂപയിൽ തരാനുള്ള 30 ചെക്കുണ്ട്. ബാക്കി അല്ലെങ്കിൽ വേണ്ട, ബാക്കി കൂടി വക്കീൽ വെച്ചു, ഒരു കുഴപ്പമില്ല. വെറുതെ എന്നെ കൊണ്ട് ഡയലോഗ് അടിച്ചു. പേടിയാട്ടാ. ചെക്ക്